JEE Main 2024 Phase 1 31st January Shift 1 ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലെ കോൾബ് ഇലക്ട്രോളിസിസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈനിലുള്ള കോൾബ് ഇലക്ട്രോളിസിസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം. നമ്മൾ രണ്ട് കാർബോക്സിലിക് ആസിഡ് സോൾട്ടുകൾ എടുക്കുകയാണ്. സോ CH3CONയും C2H5CONയും രണ്ടിനെയും ഒരുമിച്ച് നമ്മൾ കോൾബ് ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോൾ എത്ര പ്രൊഡക്റ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം CH3CONയിൽ റിയാക്ഷൻ മെക്കാനിസം അനുസരിച്ച് ഈ COON ഗ്രൂപ്പ് പോവുകയും കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു മീത്തൈൽ ഫ്രീ റാഡിക്കൽ കിട്ടുകയും ചെയ്യുന്നു. അതുപോലെ C2H5COONയിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് C2H5 ഈത്തൈൽ ഫ്രീ റാഡിക്കലും കിട്ടും. ഇനി ഈ ഫ്രീ റാഡിക്കൽ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടാം. സപ്പോസ് രണ്ട് മീത്തൈൽ ഫ്രീ റാഡിക്കൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു ഈത്തൈൻ മോളിക്യൂൾ കിട്ടും, CH3CH3. കറസ്പോണ്ടിംഗ്ലി രണ്ട് ഈത്തൈൽ ഫ്രീ റാഡിക്കൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു ബ്യൂട്ടൈൻ മോളിക്യൂൾ കിട്ടും. രണ്ട് C2H5 യൂണിറ്റുകൾ ചേർന്ന് ഒരു ബ്യൂട്ടൈൻ മോളിക്യൂൾ കിട്ടും. ഇനി ഒരു ഈത്തൈൽ ഫ്രീ റാഡിക്കലും ഒരു മീത്തൈൽ ഫ്രീ റാഡിക്കലും കമ്പൈൻ ആയി കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു പ്രൊപ്പെയിൻ മോളിക്യൂൾ കിട്ടും. സോ നമുക്ക് കാണാം, ടോട്ടലി നമുക്ക് 3 പ്രൊഡക്റ്റുകൾ കിട്ടാം. മീത്തൈൽ കോമ്പിനേഷനിൽ ഈത്തൈൻ, ഈത്തൈൽ കോമ്പിനേഷനിൽ ബ്യൂട്ടൈൻ, മീത്തൈൽ കോമ്പിനേഷനിൽ പ്രൊപ്പെയിൻ. അങ്ങനെ 3 പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. അവർ കറക്റ്റ് ആൻസർ വിൽ ബി 3 ഹിയർ. ഇൻറ്റീജർ കറക്റ്റ് ആൻസർ 3 ആയിരിക്കും.